അല്ലെ? മക്കളെ സ്നേഹിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മക്കളോട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് മക്കളോടൊന്ന് മാത്രമല്ല, ഇസ്ലാമികമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ടും അല്ലാതെ, അതായത് നമ്മൾ ദീനിയായി ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടം അയാളോട് പറയണം എന്നാണ്. ഹദീസിൽ കാണാൻ പറ്റും, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു സ്വഹാബി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കണം. അപ്പൊ വേറൊരു സ്വഹാബി ഇങ്ങനെ വേറൊരു വഴിയിലൂടെ ഇങ്ങനെ ദൂരത്തുകൂടി ഇങ്ങനെ നടന്നു പോണത് നബിന്റെ അടുത്തുള്ള സ്വഹാബി കണ്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബിന്റെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബി പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ, ഇത് ആ പോകുന്ന ആളിലെ ആ പോകുന്ന സ്വഹാബിന് എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ആ ഇഷ്ടം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ ആ ഇഷ്ടം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞല്ല, പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്നാൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിട്ട് പറയണം, ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്, തീർച്ചയായും അള്ളാഹുവിന്റെ കാര്യത്തിൽ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹിന്റെ കാര്യത്തിൽ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് ചെയ്യണം, പറയാൻ വേണ്ടി പറഞ്ഞു. ഇവിടെ എന്താന്ന് വെച്ചാൽ വേറൊരാളുടെ വിഷയത്തിലുള്ള കാര്യം, വേറൊരാളുടെ വിഷയത്തിലാണ് ഒരു സ്വഹാബി മറ്റൊരു സ്വഹാബിനെ ഇഷ്ടപ്പെട്ടപ്പോൾ വരെ പറയുന്നത്, ദീനിന്റെ അള്ളാന്റെ കാര്യത്തിൽ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, നിനക്ക് സമ്പത്തുള്ളത് കൊണ്ട് എനിക്ക് എന്നെ ഇഷ്ടമാണെന്നല്ല, നിങ്ങൾ വലിയ സ്ഥാനം ഉള്ളത് കൊണ്ട് നിങ്ങൾ എനിക്ക് ഇഷ്ടമാണെന്നല്ല, നിങ്ങൾ വലിയ തറവാടിത്തമുള്ളതുകൊണ്ട്, നിങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ട് ഒന്നുമല്ല, ദീനുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, അള്ളാന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. ഇവിടെ എന്താ ശരിക്കും പറഞ്ഞേ? സ്നേഹം പ്രകടിപ്പിക്കണം എന്നാണല്ലോ പറഞ്ഞത്, അല്ലെ? പ്രകടിപ്പിക്കാത്ത സ്നേഹം കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ഞാൻ ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ, മക്കളെ സ്നേഹിക്കണവരൊക്കെ ഒന്ന് കൈബന്ധിക്കോ? മക്കളെ സ്നേഹിക്കണവരൊക്കെ ഒന്ന് കൈബന്ധിക്കും. ഞാൻ എല്ലാ ക്ലാസ്സിലും ചോദിക്കാറുണ്ട് ചോദ്യം. കുറച്ച് ആൾക്കാരുള്ളൂ? സ്നേഹിക്കണമില്ലേ? ഉള്ളിലുമില്ലേ? ഓക്കെ, ഉണ്ടില്ലേ? ഓക്കെ, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അപ്പൊ ഒരു ചോദ്യം കൂടി, ഒറ്റ ചോദ്യം കൂടി ചോദിക്കട്ടോ. ഇന്ന് നമ്മുടെ മക്കളെ വിളിച്ചിട്ടേ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടാട്ടോ എന്ന് പറഞ്ഞവരൊന്ന് കൈബന്ധിക്കോ? സത്യം പറഞ്ഞാൽ മതി. ഏകദേശം മനസ്സിലായില്ലേ എന്താ പ്രശ്നം? മനസ്സിലായില്ലേ? ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല കേട്ടോ. ഒരു പക്ഷെ നമ്മൾ മറന്നുപോയതായിരിക്കാം. നമ്മുടെ മക്കളോട് നമുക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, നമുക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ അവരോട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അവരെ ചേർത്ത് നിർത്താനോ, അവരുടെ കബളത്ത് മുത്തം കൊടുക്കാനോ, അവരോട് ആ വാക്കൊന്ന് പറയാനോ നമ്മൾ റെഡി ആയിട്ടുണ്ടാവും. അത് നമ്മൾ പറയുമ്പോഴാണല്ലോ, അല്ലെങ്കിൽ പ്രകടിപ്പിക്കുമ്പോഴാണല്ലോ അവർക്കത് മനസ്സിലാവുക. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി പറയാ, നിങ്ങളുടെ ഭാര്യക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമുണ്ട്, പക്ഷെ മുഖം വീർപ്പിച്ച് അങ്ങനെ നടക്കും. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഓളെ ഉള്ളിൽ മനസ്സിൽ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഉണ്ടില്ല. ഒരു കേൾക്കൂല, നിങ്ങൾ പറഞ്ഞോളേ, അല്ലേ? അതായത് ശരിക്കും ചില ആളുകളൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് മനസ്സിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയാണ്. ഞാൻ ഒട്ടുമിക്ക ക്ലാസ്സിലും ഇത് ചോദിക്കാറുണ്ട്. പാരന്റിങ് ക്ലാസ് എടുക്കുന്ന എല്ലാ ക്ലാസ്സിലും ഞാൻ ഈ കാര്യം ചോദിക്കാറുണ്ട്. നമ്മൾ അവിടെ സ്വയം പരിശോധിക്കുക വേണ്ടത്. പ്രകടിപ്പിക്കാത്ത സ്നേഹം ഒരാൾക്കും ആവശ്യമല്ല, ഒരാൾക്കും ആവശ്യമല്ല. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ഭാര്യയോട് പറയണം. അത് കല്യാണത്തിന്റെ തുടക്കത്തിൽ മാത്രം പറയേണ്ടതല്ല, 40 കൊല്ലമായി 50 കൊല്ലമായി എന്നാലും പറയണം, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്താ പറയാ? എന്താ നഷ്ടം? എന്താ നഷ്ടമുള്ളത്? നമുക്ക് ലാഭങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷത, നമ്മളോട് ഒരാൾ പറയും എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടാട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു സന്തോഷമല്ലേ? അത് നമ്മളെ മക്കൾ നമ്മളോട് പറഞ്ഞാലോ, നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞാലോ, ഈ രൂപത്തിൽ അതൊന്ന് പറയാൻ, അത് പ്രകടിപ്പിക്കാൻ നമ്മൾ റെഡിയാണ്. ഈ പ്രകടിപ്പിക്കാനുള്ളത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്ന് വെച്ചാൽ നേർക്ക് നേരെ പറയലാണ്, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമെന്ന് പറയാം. അതല്ലെങ്കിലോ കുറച്ചുകൂടി കൂടുതലാണ് നമ്മൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് കുട്ടിയുടെ കവിളത്ത് മുത്തം കൊടുക്കാം, അവരുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കാം, നമ്മളിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കാം. നിങ്ങളിങ്ങനെ പള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഭയങ്കര ഗൗരവത്തിൽ ഇങ്ങനെ നടക്കും, നമ്മളെ കുട്ടികളും ബാക്കിൽ ഇങ്ങനെ നടക്കും. അതെന്താ? നമ്മളെ അനുസരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പോണത്. അങ്ങനെയല്ല ശരിക്കും നമ്മുടെ കുട്ടി നമ്മളോട് വലിയ ബന്ധമാണെങ്കിൽ നമ്മളെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പോകണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് പോയാണ്ടല്ലോ. നേരത്തെ ഇവിടെ പറഞ്ഞു നമ്മൾ റോൾ മോഡൽ ആവുക എന്ന് പറഞ്ഞില്ലേ, ആ കുട്ടിയുടെ കാര്യത്തിൽ പിന്നെ ബേജാറിന്റെ ആവശ്യം ഉണ്ടാവില്ല. ആ കുട്ടിയുടെ കാര്യത്തിൽ ബേജാറിന്റെ ആവശ്യമില്ല.
നമ്മളെന്താന്ന് വെച്ചാൽ പലതും എതിർത്ത് നിന്നുകൊണ്ടാ പറയാം. നീ എന്നുള്ള പ്രയോഗം, നീ അത് ചെയ്തോ, നീ ഇങ്ങനെ ചെയ്തോ, ഇങ്ങനെ പറയാം. പക്ഷെ അത് ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മക്കളെ അതിയായി സ്നേഹിക്കണം. ഈ പറയുമ്പോൾ ചില ആളുകൾ പറയും അത്രക്ക് വേണം. മക്കളെ സ്നേഹിച്ചാലേ വഷളാവും, സ്നേഹിച്ച് വഷളാക്കാൻ പാടില്ല എന്നൊക്കെയാണ് പണ്ടുള്ള ചില ആളുകൾ പറയാറുണ്ടായിരുന്നത്. ശരിക്ക് സ്നേഹിച്ചുകൊണ്ട് കുട്ടികൾ വഷളാവില്ല. ആ സ്നേഹത്തിന് നമ്മൾ കൊടുക്കുന്ന മാനദണ്ഡങ്ങളാണ് പ്രശ്നം. നമ്മുടെ ധാരണ എന്താന്ന് വെച്ചാൽ സ്നേഹം എന്ന് പറഞ്ഞാൽ അവര് ചോദിച്ചതൊക്കെ വാങ്ങിച്ചു കൊടുക്കലാണെന്ന്. അതാണ് സ്നേഹം. അവര് ചോദിച്ചതൊക്കെ വാങ്ങിച്ചു കൊടുക്കലല്ല സ്നേഹം. അങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ, അവരൊന്ന് കരയുമ്പോഴേക്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ടെങ്കിൽ, അവരൊന്ന് ശാഠ്യം പിടിക്കുമ്പോഴേക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ നമ്മൾ വഷളാക്കണം. ആ കുട്ടി നമുക്കൊരു പ്രയാസമായിരിക്കും. പിന്നെ നമ്മൾ പറയില്ല, ഈ വാശിയുള്ള കുട്ടികൾ എങ്ങനെ മാറ്റുമെന്ന് ചോദിക്കും ചില ആൾക്കാർ. ഈ വാശി തുടങ്ങണത് ചെറിയ പ്രായത്തിലാണ്. അവിടെ പ്രത്യേകിച്ച് നമ്മളെ വീട്ടിലുണ്ടാവും ഈ പ്രായമുള്ള നമ്മളെ ഉമ്മ പാപ്പ അല്ലെങ്കിൽ വല്യമ്മ വല്യപ്പ, ഓരാണ് എന്ത് ചെയ്യുക, കുട്ടികളെ ഏറ്റവും കൂടുതൽ വഷളാക്കുക. ഞാൻ അവരെ കുറ്റപ്പെടുത്തി പറയല്ല കേട്ടോ. എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കുട്ടി ഒന്നുണ്ട് കരയാൻ തുടങ്ങുമ്പോഴേക്ക് അതുകൊണ്ട് ചെയ്തു കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ ആ കുട്ടി അത് തന്നെ ശീലിക്കും. പിന്നെ വലിപ്പത്തിൽ ആ കുട്ടി ഒരു 10 വയസ്സോ 15 വയസ്സോ ആകുമ്പോൾ അത് കിട്ടിയിട്ടില്ലെങ്കിൽ ആ കുട്ടി വല്ലാത്ത പ്രശ്നക്കാരനാണ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ വാശിക്ക് നിന്ന് കൊടുക്കുന്ന ആളുകൾ, നമ്മളവിടെ ആ കുട്ടിയുടെ ശ്രദ്ധ മാറ്റുന്ന രൂപത്തിലേക്ക് പെരുമാറിയാൽ മതി. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കണം, ആ സ്നേഹം പ്രകടിപ്പിക്കണം. അതിൻ്റെ വഴിയാണ് അവരെ ചുംബിക്കുക, അവരെ ചേർത്ത് നിർത്തുക, അവരുടെ നെറുകയിൽ തലോട്. അതൊക്കെ വലിയത്. കുട്ടിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന സമയത്താണെന്ന് അറിയും. നിങ്ങളെ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന സമയത്താണ്. ഫോണ് കൊടുക്കുക എന്ന് പറയണ്ട, അതല്ലാത്തൊരു സമയം. ഫോണല്ല, ഫോണിനേക്കാൾ കുട്ടിക്ക് സന്തോഷമുള്ളൊരു സമയമുണ്ട്. ഏതാ? ഭാര്യയും ഭർത്താവ്, അതായത് നിങ്ങളുടെ ഭാര്യയും കൂടി ഇങ്ങനെ കിടക്കുമ്പോൾ അതിന്റെ നടുവിൽ വന്നിട്ട് കുട്ടികൾ കിടക്കുന്ന രംഗമുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? നമ്മൾ എത്ര പറഞ്ഞാലും പോവില്ല, അവിടെ തന്നെ ഇരിക്കും. അപ്പൊ ഞാൻ അത്ര നേരം ഒരു കാര്യം പറയട്ടെ, ഒന്ന് പോ എന്നിട്ട് വരാറുണ്ട്. സത്യത്തിൽ ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം കിട്ടുന്ന സമയം, സ്ഥലം, അതിനോളം വേറൊന്നുമില്ല. അതുകൊണ്ടാണ് കുട്ടികൾ അവിടെ നിൽക്കുക. ശരിക്കും കുട്ടികളെ നമ്മൾ ആ സമയത്ത് കുറച്ചു നേരം അവിടെ തന്നെ വേണം. നമുക്ക് പറയാനുണ്ടാകും, കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. കുറച്ചു നേരം അവിടെ ഇങ്ങനെ കിടന്ന് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ മെല്ലണീക്കും. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ എന്താണോ അത് പറയും. നമ്മളെപ്പോഴും കുട്ടികൾക്കുള്ള ആ ഒരു പരിഗണന അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിന്റെ വഴി അവർക്ക് കൊടുക്കേണ്ടത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടിയുടെ രാവിലെയുള്ള ഉറക്കവും അതേപോലെ തന്നെ രാത്രി കിടക്കുന്ന സമയം ഏറ്റവും കൂടുതൽ ഉപബോധ മനസ്സിലേക്ക് കയറുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണല്ലോ രാവിലെ കണ്ണ് തുറന്ന ഉടനെ നടത്തേണ്ട പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കണ്ണ് തുറക്കുന്ന സമയത്ത് നടത്തേണ്ട പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന നിർവഹിച്ചിട്ട് ഒരാൾ തന്റെ ആവശ്യം പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിർവഹിച്ചു കൊടുക്കും. ഏതാണ് ആ കണ്ണ് തുറന്ന ഉടനുള്ള പ്രാർത്ഥന? അൽഹംദുലില്ലാഹില്ലദി. അല്ല, അതിനു മുമ്പൊരു പ്രാർത്ഥന ഉണ്ട്. ഏതാ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുമ്മ ഗ്ഫിർലി. ഇതിലുള്ള ഒരു വാക്ക് കൂടി നമുക്ക് അറിയാത്തില്ല അല്ലെ? എല്ലാ കലിമത്തും നമുക്കറിയാം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പറയാണ്, ഇതിന് ശേഷം ഇത് രാവിലെ കണ്ണ് തുറന്ന ഉടനെ ഒരാൾ പ്രാർത്ഥിച്ചിട്ട് അവരെന്ത് ചോദിച്ചാലും അവന് ഉത്തരം കിട്ടില്ല. അതെന്താ കാരണം? അത് അള്ളാഹിനെ കുറിച്ച് നല്ലോണം ബോധമുള്ളവന് മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ. അല്ലാത്തവനോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ കുറച്ചൊന്ന് പോയി പടച്ചോനെ പ്രാർത്ഥിച്ചിട്ടില്ലെന്ന് പിന്നെ ആലോചിക്കാം. അവിടെ ഒരു വിശ്വാസി കണ്ണ് തുറക്കുന്ന സമയത്തുണ്ട്, അവിടെ നമ്മുടെ മക്കള് കണ്ണ് തുറക്കുന്ന സമയത്ത് തന്നെ ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, അവര് രാത്രി കിടക്കുന്ന സമയത്ത് ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ,
അതാണ് ശരിക്കും അവിടെയാണ് ആ ഒരു ഇടപെടലൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടിയുടെ കാര്യം ഏറ്റവും സന്തോഷമായിരിക്കും. രാത്രി കുട്ടികൾ കിടക്കുന്ന സമയത്ത് കുട്ടി കിടക്കാൻ വേണ്ടി അവരുടെ റൂമിലേക്കോ അല്ലെങ്കിൽ അവർക്ക് ബെഡ് വിരിച്ചിട്ട് അതിലേക്ക് കിടത്തുമ്പോൾ നമ്മൾ അവർക്ക് മുത്തം കൊടുക്കാറുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അതൊക്കെ നിങ്ങൾ ശീലിച്ചു നോക്കിയാൽ, അത് നമ്മൾ ശീലിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ മക്കളിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയായിരിക്കും. കാരണം പ്രകടിപ്പിക്കുന്ന സ്നേഹത്തിന് തിരിച്ചും പ്രതിഫലനങ്ങൾ ഉണ്ടാകും. അതല്ല അവരിങ്ങോട്ട് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിലോ നമ്മൾ അങ്ങോട്ട് മനസ്സിൽ വെച്ച പോലെ തന്നെ ഒരു മനസ്സിലൊക്കെ പ്രകടിപ്പിക്കൂല. ഞാൻ ഈ അടുത്തൊരു റീല് കണ്ടു, ഒരു പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഏകദേശം 20ഓളം ചെറുപ്പക്കാരോട് ചോദിക്കാണ്, നിങ്ങൾ ഏറ്റവും അവസാനമായിട്ട് നിങ്ങളുടെ ഉപ്പയെ ഹഗ് ചെയ്തത് എപ്പോഴാണ്, വാപ്പാനെ കെട്ടിപ്പിടിച്ചത് എപ്പോഴാണ്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഞാൻ ആ വീഡിയോ എനിക്ക് ഒരാളെ അയച്ചെന്നതാണ്. ഇത് കണ്ടു നോക്കിയെന്നാണ്. കാരണം നമ്മളിങ്ങനെ ഈ മക്കളും മാതാപിതാക്കളും എന്നുള്ള വിഷയം ഇടക്കിടക്ക് പറയുന്നുണ്ട്. ഇതൊന്ന് കണ്ടു നോക്കിയെന്നാണ്. അപ്പൊ ആ ചെറുപ്പക്കാരൊക്കെ പറയണത്, അതിൽ ഒട്ടുമിക്ക ആളുകളും പറഞ്ഞത് എനിക്ക് ഓർമ്മല്ല, എപ്പോഴാ കെട്ടിപ്പിടിച്ചതെന്ന് ഓർമ്മല്ല, എന്നോ പണ്ടെന്നോ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് കെട്ടിപ്പിടിച്ചു, അതിന് ശേഷമല്ല. അതിൽ ഒരാൾ മാത്രം പറയുന്നുണ്ട് ഏകദേശം ഒരാഴ്ച മുമ്പ് കെട്ടിപ്പിടിച്ചു. ബാക്കി എല്ലാവരും പറയുന്നത് ഓർമ്മയില്ല അല്ലെങ്കിൽ പണ്ടെന്നോ എന്നുള്ള പ്രയോഗം. എന്താ അതിന്റെ കാരണം? ഇവർക്ക് വാപ്പാനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാ? അച്ഛനോട് സ്നേഹമില്ലാഞ്ഞിട്ടാ? അല്ല. പലപ്പോഴും രക്ഷിതാക്കൾ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്ന, അങ്ങോട്ട് ആ സ്നേഹം പ്രകടിപ്പിക്കുന്ന അവസ്ഥ കുറയുന്നുണ്ട്. ഞാൻ ആരെയും ഇവിടെയുള്ള ഒരു രക്ഷിതാവിനെയും കുറ്റപ്പെടുത്തിയിട്ടല്ല കേട്ടോ പറയണത്. നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ കുട്ടിനെ ചേർത്ത് നിർത്തും. പക്ഷെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ അവന്റെ സൗണ്ടൊക്കെ മാറാൻ തുടങ്ങി. അല്ലെ, കുട്ടികളൊന്ന് വലുതാകുമ്പോഴേ സൗണ്ടൊക്കെ മാറാൻ തുടങ്ങി. അപ്പൊ നമ്മളാണ് ശരിക്കും അകലം ആക്കുന്നത്, നമ്മുടെ മക്കളല്ല. നമുക്കെന്നും അവര് മക്കളാണ്. പക്ഷേ നമ്മൾ ഒരു അകലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ നിന്ന് നമ്മുടെ ശബ്ദം മാറുന്നുണ്ട്. നമ്മൾ ചെറിയ മകനോട് മോനെ എന്ന് വിളിച്ചുകൊണ്ട് സ്നേഹത്തോടു കൂടി വിളിക്കുമ്പോൾ മറ്റോനെ വിളിക്കുന്നത് ഡാ എന്നുള്ള പ്രയോഗം. അപ്പൊ ആർക്കാണ് ശരിക്കും കൗൺസിലിംഗ് വേണ്ടത്? ആർക്കാണ് പ്രശ്നം? അവിടെ നമ്മൾ തിരുത്തേണ്ട